മഹാശിവരാത്രി ദിനമായ ഇന്ന് ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണത്തിനായി നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിയോടെയാണ് മഹാദേവ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിക്കുകയെങ്കിലും നേരത്തെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇന്നും നാളെയും മറ്റന്നാളുമായി ഏതാണ്ട് 10 ലക്ഷത്തോളം ആളുകൾ പിതൃതർപ്പണത്തിനായി ആലുവ മണപ്പുറത്ത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലുവ അദ്വൈത ആശ്രമം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ആലുവ നഗരസഭ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. മണപ്പുറത്ത് ഏതാണ്ട് 300ഓളം താൽക്കാലിക ബലിത്തറകളും അതുപോലെ തന്നെ അദ്വൈതാശ്രമത്തിൽ 4000ഓളം ബലിത്തറകളും പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസും ആശുപത്രി സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് കാളകൂട വിഷം വിഴുങ്ങിയ, ലോകത്തെ രക്ഷിക്കാൻ കാളകൂട വിഷം വിഴുങ്ങിയ മഹാദേവനെ രക്ഷിക്കാൻ പാർവതിയും ശിവഗണങ്ങളും രാത്രി ഉറക്കമൊഴിഞ്ഞതിൻ്റെ ഓർമ്മ പുതുക്കലാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ഇന്ന് ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ആലുവ മണപ്പുറത്ത് അനുഭവപ്പെടുന്നത്. ഇന്നും നാളെയും മറ്റന്നാളുമായി പിതൃതർപ്പണത്തിനായി നിരവധി ആളുകൾ ആലുവ മണപ്പുറത്തെത്തും. ഇന്ന് ശിവബലിയും ശിവരാത്രി ബലിയും മറ്റന്നാൾ ബുധനാഴ്ച വാവുബലിയുമാണ് നടക്കുക. അതിനാൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്കാണ് ആലുവ മണപ്പുറം സാക്ഷ്യം വഹിക്കുക. കൊട്ടാരക്കടവിൽ നിന്നും മണപ്പുറത്തേക്ക് ഇത്തവണ സ്ഥിരം പാലം നിർമ്മിച്ചതും ഭക്തജനങ്ങൾക്ക് ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നതിന് സൗകര്യമായിട്ടുണ്ട്.